സൂപ്പർ ലീഗ് കേരള രണ്ടാം സീസണിൽ തിരുവനന്തപുരം കൊമ്പൻസ് അവരുടെ രണ്ടാമത്തെ മത്സരത്തിലാണ് ഒരു തകർപ്പൻ ജയത്തോടുകൂടി സീസണിലേക്ക് കടന്നിട്ടുള്ളത്. ആദ്യ മത്സരം, ആദ്യ ഹോം മാച്ചിൽ കണ്ണൂർ വാരിയേഴ്സിനോട് 2-നെതിരെ 3 ഗോളുകളുടെ തോൽവി തിരുവനന്തപുരം നേരിട്ടിരുന്നു. എന്നാൽ രണ്ടാം മത്സരത്തിലേക്ക് വരുമ്പോൾ ശക്തമായിട്ടുള്ള പ്രതിരോധവും അതുപോലെ അതിനൊപ്പമുള്ള ആക്രമണവും അതാണ് കൊച്ചിക്കെതിരെ ഒരു സമ്പൂർണ്ണ ആധിപത്യം നേടാൻ തിരുവനന്തപുരം കൊമ്പൻസിന് കഴിഞ്ഞത്. കളിയുടെ 75-ാം മിനിറ്റ് വരെ ഇരു ടീമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർക്കുന്നതാണ് നമ്മൾ കണ്ടത്. ആദ്യ മത്സരത്തിൽ കൊമ്പൊടിഞ്ഞ കൊമ്പന്മാർ രണ്ടാം മത്സരത്തിലേക്ക് വരുമ്പോൾ അങ്ങേയറ്റം ഒരു തകർപ്പൻ തിരിച്ചുവരവ് നടത്തിയിരുന്നു. ആരാധകരെ അങ്ങേയറ്റം ആവേശത്തിലാക്കുന്ന ഒരു പ്രകടനമാണ് കൊമ്പൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ബ്രസീലുകാരൻ ലിമാ സിൽവയാണ് 75-ാം മിനിറ്റിൽ കൊമ്പൻസിനായി ഗോൾ നേടിയത്. അവസാന മിനിറ്റുകളിലേക്ക് വരുമ്പോൾ അത് ഏറ്റവും നിർണായകമായത് തിരുവനന്തപുരത്തിന്റെ പ്രതിരോധമാണ്. കാരണം ഈ മത്സരത്തിലുടനീളം തിരുവനന്തപുരവും കൊച്ചിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ടു ഈക്വൽ പ്രകടനമായിരുന്നു. എന്നാൽ അവസാന നിമിഷം കൊച്ചിയുടെ ഒരു തകർപ്പൻ ആക്രമണം ഉണ്ടായിരുന്നു. അതിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫൻസ് ചെയ്തത്? കഴിഞ്ഞ കളിയെ അപേക്ഷിച്ച് ഈ കളിയിൽ നല്ല ഡിഫൻഡറായിരുന്നു കൊമ്പൻസിൻ്റെ. പ്രത്യേകിച്ച് പറയുകയാണെന്നെങ്കിൽ അവർ സെക്കൻഡ് ഹാഫിന് ശേഷം ഫ്രണ്ടിൽ കളിക്കാൻ നിന്നില്ല. അവരെ എതിർ ഒരു നല്ലൊരു മുൻനിരയാണ് അവർ ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് ഫോർവേഡിനെ അപേക്ഷിച്ച് ബാക്ക് ഡിഫൻസിനെയാണ് അവർ കൂടുതലും. ഇതിനകത്ത് രസകരമായ വേറെ കാര്യമുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ഞങ്ങൾ തിരിച്ചു വരും എന്ന് പറഞ്ഞൊരു ആരാധകനുണ്ട്. ഇദ്ദേഹമാണ് കഴിഞ്ഞ മത്സരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ നമ്മൾ തിരിച്ചു വന്നു. അപ്പൊ എന്നോട് ഞങ്ങൾ തോറ്റു നിന്നപ്പോഴും ആത്മവിശ്വാസം കൈവിടാതെ ഞങ്ങൾ പറഞ്ഞു ഈ കളി തിരിച്ചു വരുമെന്ന്. ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, പത്മനാഭന്റെ മണ്ണിൽ ഉണ്ണാളെ മുടിയാതെ തമ്പി. അതെ, നമ്മൾ പറഞ്ഞു തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ആദ്യ കൈയടി ഞങ്ങളെ കോച്ചിന് കൊടുക്കണം. 75-ാം മിനിറ്റ് ആയപ്പോൾ ഞങ്ങളെ കോച്ചിന് ആ ഒരു സബ്, അതാണ് നമ്മളെ കളി. പരമാവധി ആവേശം ഇനി ആകാം, ഇനി റോളൊക്കെ വെക്കാം അല്ലേ? നല്ലൊരു മികച്ച കളിയായിരുന്നു, തികച്ചും ആഹ്ലാദപൂരിതമായിരുന്നു. ആഹ്ലാദം കാണുന്നില്ലല്ലോ, എന്നിട്ട് എവിടെ ആഹ്ലാദം? അപ്പോ അങ്ങേയറ്റം ആവേശം കൊള്ളുന്ന ഒരു പ്രകടനം കൊമ്പൻസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആരാധകരെ പൂർണ്ണമായിട്ട് സംതൃപ്തിപ്പെടുത്തുന്ന ഒരു പ്രകടനം തന്നെയാണ് കൊമ്പൻസ് നടത്തിയത്. അടുത്ത മത്സരത്തിലും ഇതേ വിജയം തുടരാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ആരാധകർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും അത്യന്തം ആവേശം നിറയുന്ന ഒരു മത്സരം തന്നെയാണ് ഹോം മാച്ചിൽ തിരുവനന്തപുരം കൊമ്പൻസ് ഇവിടെ പുറത്തെടുത്തത്. തിരുവനന്തപുരം കൊച്ചിയല്ല, തിരുവനന്തപുരം.